വെൽക്കം ടു സിവിൽ മെൻറ്റേഴ്സ് ടിപ്സ്. മെയ് 24 നടക്കാൻ പോകുന്ന സർവേ ഗ്രേഡ് 2 എക്സാംസിൻ്റെ സിലബസ് പ്രകാരമുള്ള കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൽ കുറച്ച് യൂസ് ചെയ്യുന്ന ടേംസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് വാട്ട് ഈസ് കാർട്ടോഗ്രാഫി എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് സിംപ്ലി കുറച്ച് അതായത് കാർട്ടോഗ്രാഫീസ് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ്. അതായത് ഒരു റൗണ്ട് ആയിട്ടുള്ള ഗ്ലോബ് എർത്ത് സർഫസിനെ ഫ്ലാറ്റ് സർഫസിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർട്ടോഗ്രാഫീസ് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സിനെയാണ് കാർട്ടോഗ്രാഫി പ്രൊജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പ്രൊജക്ഷൻസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ചില പ്രൊജക്ഷൻസിൽ ഡിസ്റ്റോർഷൻസ് ഓഫ് വൺ പ്രോപ്പർട്ടി മിനിമൈസ് ചെയ്ത് കാണിക്കും, പക്ഷേ മറ്റ് പ്രോപ്പർട്ടികൾ കൂടുതൽ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് പ്രൊജക്ഷനാണോ ചൂസ് ചെയ്യണത് എന്നുള്ളത് പർപ്പസ് ഓഫ് മാപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിങ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് എർത്തിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡിനെയും പ്ലെയിൻ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെയാണ് കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ടേമായിട്ടുള്ള അസിമുത്തൽ പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് മാപ്പ് പ്രൊജക്ഷനിൽ പെട്ട ഡിഫറെൻറ്റ് ടൈപ്സ് പ്രൊജക്ഷനിലുള്ള ഒന്നാണ് അസിമുത്തൽ പ്രൊജക്ഷൻ. അതെന്ന് പറയുന്നത് ഒരു മാപ്പ് പ്രൊജക്ഷനാണ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് പോയിൻറ്റ്സ് ഫ്രം എ സ്പിയർ ഓൺ ടു എ ടാൻജൻറ്റ് ഓർ എ സീക്കൻറ്റ് പ്ലെയിൻ. അതായത് ഒരു സ്പിയറിൽ അല്ലെങ്കിൽ സ്പിറോയിഡിൻ്റെ പോയിൻറ്റ്സിനെ ടാൻജൻറ്റ് അല്ലെങ്കിൽ സീക്കൻറ്റ് പ്ലെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മാപ്പ് പ്രൊജക്ഷനെയാണ് അസിമുത്തൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പ്ലേനാർ അല്ലെങ്കിൽ സെനീറ്റൽ പ്രൊജക്ഷൻ എന്നും പറയാം. ഓക്കെ, ഇനി ഗ്നോമോണിക് പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം. ഗ്നോമോണിക് എന്ന് പറയുന്നത് GNOMONIC, അതാണ് അതിൻ്റെ സ്പെല്ലിങ്. ഇറ്റ് ഈസ് എ അസിമുത്തൽ ടൈപ്പ് പ്രൊജക്ഷൻ ആണ്. അതായത് എർത്തിൻ്റെ സെൻറ്ററാണ് അതിൻ്റെ പെർസ്പെക്റ്റീവ് പോയിൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഗ്രേറ്റ് സർക്കിൾസിനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്. പിന്നെ ഒരു എർത്തിൻ്റെ സർഫസിലെ സ്മോൾ ഏരിയയുടെ ട്രൂ ഷേപ്പ് ആൻഡ് സൈസ് റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഗ്നോമോണിക് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഓർത്തോഡ്രോമിക് പ്രൊജക്ഷനാണ്. ഓർത്തോഡ്രോമിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഗ്നോമോണിക് പ്രൊജക്ഷൻ്റെ വേറൊരു ഫോമാറ്റാണ്. ഇവിടെ നമ്മൾ ആംഗിൾസ് അറ്റ് 2 പോയിൻറ്റ്സ് വരെ കറക്റ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രേറ്റ് സർക്കിൾസിനെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ തിയറി ഓഫ് കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റഡി ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഡിസ്റ്റോർഷൻ, സ്റ്റഡി ഓഫ് ഹിൽസ്, സ്റ്റഡി ഓഫ് വാട്ടർ ബോഡീസ്, സ്റ്റഡി ഓഫ് സോയിൽ. അപ്പോൾ നമുക്കറിയാം, കണ്ടതാണ് എല്ലാ തരം എർത്തിൻ്റെ ഷേപ്പിൽ എർത്തിൻ്റെ സർഫസിലുള്ള എല്ലാ തരം ഡിസ്റ്റോർഷൻസിൻ്റെ സ്റ്റഡി, അതിനെ ഒരു പ്ലെയിൻ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റഡീനെയാണ് ആ പ്രൊജക്ഷനെയാണ് കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ പർപ്പസ് അല്ലെങ്കിൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് മേക്കിംഗ് മാപ്സ്? എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി, കാർട്ടോഗ്രാഫിയാണ്. നെക്സ്റ്റ് ഈസ് തേർഡ് ക്വസ്റ്റ്യൻ, വെയർ ദ സയൻറ്റിഫിക് ഫൗണ്ടേഷൻസ് ഓഫ് കാർട്ടോഗ്രാഫിക് ലൈഡ്? അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻസ് എവിടെയെന്നാണ്. അപ്പം ഇതിൻ്റെ ആൻസർ ഏൻഷ്യൻറ്റ് ഗ്രീസ് ആണ്. ഓപ്ഷൻ സി ആണ്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് കൺസിഡേർഡ് ടു ബി ദ ഓൾഡസ്റ്റ് കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ? ഓൾഡസ്റ്റ് കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ ഏതാണെന്നാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ടോപ്പോഗ്രാഫിക് പ്രൊജക്ഷൻ, ജിയോഡക്റ്റിക് സർവേ, ഗ്നോമോണിക് പ്രൊജക്ഷൻ. ഓപ്ഷൻ ഡി, ഗ്നോമോണിക് പ്രൊജക്ഷനാണ് ഏറ്റവും ഓൾഡസ്റ്റ് കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഒബ്ലീക്ക് ആൻഡ് ട്രാൻസ്വേഴ്സ് പ്രൊജക്ഷൻ? ഒബ്ലീക്ക് ആൻഡ് ട്രാൻസ്വേഴ്സ് പ്രൊജക്ഷൻ്റെ യൂസ് എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻസ് കുറയ്ക്കാനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ സ്പെഷ്യൽ പോയിൻറ്റ്സ് ഓഫ് ജോഗ്രാഫിക് കോർഡിനേഷൻ? ജോഗ്രാഫിക് കോർഡിനേഷൻ്റെ സ്പെഷ്യൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഏതാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം, ജോഗ്രാഫിക് കോർഡിനേറ്റ്സിൻ്റെ സ്പെഷ്യൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പോൾസ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഓർത്ത് വെച്ചിരിക്കുക. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ദ ഒബ്ലീക്ക് പൊസിഷൻ? നമ്മൾ നേരത്തെ കണ്ടായിരുന്ന ഒബ്ലീക്ക് ആൻഡ് ട്രാൻസ്വേഴ്സ് പൊസിഷൻസ് ഉണ്ട്. അതിൽ ഒബ്ലീക്ക് പൊസിഷൻ്റെ കണ്ടീഷൻ എന്താണെന്നാണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. ആംഗിൾ ബിറ്റ്വീൻ 0 ആൻഡ് π/2 ഇടയ്ക്ക് ആയിരിക്കണം, അതാണ് അതിൻ്റെ കണ്ടീഷൻ. ഓപ്ഷൻ സി ആണ്. 0 ലെസ് ദാൻ π/2 ആണ്. അടുത്തത് എയ്ത്ത് ക്വസ്റ്റ്യൻ, ഹൂ ഡീജനറേറ്റ് ഇൻ ടു സർക്കിൾ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എലിപ്സ് ഓഫ് ഡിസ്റ്റോർഷൻ, ലോങ്ങിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്. ഇതിൻ്റെ ആൻസർ എലിപ്സ് ഓഫ് ഡിസ്റ്റോർഷൻ ആണ്. സർക്കിൾസ് ആയിട്ട് ഡീജനറേറ്റ് ചെയ്യുന്നത് എലിപ്സ് ഓഫ് ഡിസ്റ്റോർഷൻ ആണ്. അടുത്തത് നയൻത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യൂസ്ഡ് ടു റിപ്രസെൻറ്റ് ദ ഗ്രേറ്റ് സർക്കിൾ ഇൻ ഓർത്തോഡ്രോമിക് പ്രൊജക്ഷൻ? ഓർത്തോഡ്രോമിക് പ്രൊജക്ഷനിൽ ഗ്രേറ്റ് സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഓർത്തോഡ്രോമിക് പ്രൊജക്ഷനിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓർത്തോഡ്രോമിക് പ്രൊജക്ഷനിൽ. അടുത്തത് 10th ക്വസ്റ്റ്യൻ,
വിച്ച് പ്രൊജക്ഷൻ യൂസസ് ദ ഇക്വിഡിസ്റ്റന്റ് പാരലൽ ലൈൻസ് ഫോർ ഷോയിങ് ദ മെറീഡിയൻ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: സിലിണ്ടറിക്കൽ, കോണിക്, അസിമുത്തൽ, സ്യൂഡോ കോണിക്. ആൻസർ സിലിണ്ടറിക്കലാണ്. സിലിണ്ടറിക്കൽ പ്രൊജക്ഷനാണ് ഇക്വിഡിസ്റ്റന്റ് പാരലൽ ലൈൻസിനെ മെറിഡിയൻസ് ആയിട്ട് കാണിക്കുന്നത്. ഇനി 11th ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് എ പർട്ടിക്കുലർ കേസ് ഓഫ് അസിമുത്തൽ പ്രൊജക്ഷൻ? അസിമുത്തൽ പ്രൊജക്ഷൻ്റെ ഒരു പർട്ടിക്കുലർ കേസ് ഏതാണെന്നാണ്. അപ്പം അതിൻ്റെ ആൻസർ പെർസ്പെക്റ്റീവാണ് പർട്ടിക്കുലർ കേസ് ഓഫ് അസിമുത്തൽ പ്രൊജക്ഷൻ. നെക്സ്റ്റ് ഈസ് 12th ക്വസ്റ്റ്യൻ: വിച്ച് പ്രൊജക്ഷൻ യൂസസ് ദ കോൺസെൻട്രിക് സർക്കിൾസ് ഫോർ റെപ്രസെൻറ്റിംഗ് പാരലൽസ്? കോൺസെൻട്രിക് സർക്കിൾസ് യൂസ് ചെയ്ത് പാരലൽസ് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ്. ഓപ്ഷൻസ്: സ്യൂഡോ സിലിണ്ടറിക്കൽ, സിലിണ്ടറിക്കൽ, പോളികോണിക്, സ്യൂഡോ കോണിക്. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ സ്യൂഡോ കോണിക് ആണ്. അടുത്തത് 13th ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ യൂസ് ആൻഡ് സെലക്ഷൻ ഓഫ് കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ ഡിപ്പെൻഡ്സ്? അപ്പം നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ കണ്ടായിരുന്നു, പർപ്പസ് ഓഫ് ദ മാപ്പിനെ ബേസ് ചെയ്തിട്ടാണ് കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ പർപ്പസ് ആൻഡ് സ്കെയിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 14th ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ കാർട്ടോഗ്രാഫിക് സർവേ? ജനറൽ കാർട്ടോഗ്രാഫിക് സർവേക്ക് യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്മോൾ സ്കെയിൽ മാപ്പാണ് നമ്മൾ ജനറൽ കാർട്ടോഗ്രാഫിക് സർവേയിൽ യൂസ് ചെയ്യുന്നത്. കാരണം സ്മോൾ സ്കെയിലുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് പ്രിസൈസ്ലായിട്ട് അക്യുറേറ്റ് ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് സ്മോൾ സ്കെയിൽ മാപ്പാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ഈസ് 15th ക്വസ്റ്റ്യൻ: വിച്ച് ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് പെർമിസിബിൾ ഡിസ്റ്റോർഷൻ ഇൻ ദ കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ? എന്ത് ആണ് നേച്ചർ ഓഫ് പെർമിസിബിൾ ഡിസ്റ്റോർഷൻ കാർട്ടോഗ്രാഫിക് പ്രൊജക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്? പർപ്പസ് ആണോ, സ്കെയിലാണോ, പർപ്പസ് ആൻഡ് സ്കെയിലാണോ, കോസ്റ്റ് ആണോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. പർപ്പസ് ആൻഡ് സ്കെയിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി കോണിക് പ്രൊജക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. കോണിക് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത് പോളാർ മാപ്സിലാണ്. അതായത് ഒരു ഗ്ലോബിൻ്റെ ഒരു പോർഷൻ മാത്രം കാണിക്കേണ്ടതായിട്ടുള്ള മാപ്സിലാണ് നമ്മൾ കോണിക് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് ഒരു ഗ്ലോബിൻ്റെ സർഫസ് ഫീച്ചേഴ്സിനെയാണ് ഡെപിക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു കോൺ ഫോർമാറ്റിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ചില പ്രോപ്പർട്ടീസ് നമ്മൾ ചില പ്രൊജക്ഷൻ മാപ്പ് പ്രൊജക്ഷൻസിൽ ചില പ്രോപ്പർട്ടീസ് ഡിസ്റ്റോർട്ടഡ് ആയിട്ടും ചിലത് നല്ല ആക്യുറേറ്റ് ആയിട്ടും കാണിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ആംഗിൾസ്, ആ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾസ്, ഏരിയാസ്, ഡിസ്റ്റൻസ്, ഷേപ്പൊക്കെയാണ് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വരുന്നത്. അതായത് കേർവ്ഡ് സർഫസിൽ നിന്നും പ്ലെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡിസ്റ്റോർട്ടഡ് ആകുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരു എർത്തിൻ്റെ സർഫസിലെ പോയിൻറ്റ്സിൻ്റെ ആംഗിൾസും ഏരിയാസും ഡിസ്റ്റൻസും ഷേപ്പും ഒക്കെയാണ്. ഓക്കെ, ഇനി ആ പർപ്പസ് അനുസരിച്ചിട്ട് നമുക്ക് ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. ഇനി ഒരു 2 ടെക്നിക്കൽ ടേം പറയാം. ഒന്ന് അസിമുത്തലാണ്. അസിമുത്തൽ എന്ന് പറയുന്ന ഒരു തരം പ്രൊജക്ഷൻസ് ആണ്. അതായത് വിത്ത് പ്രോപ്പർട്ടി ദാറ്റ് ഓൾ ഡയറക്ഷൻ ഫ്രം എ സെൻട്രൽ പോയിന്റ് ആർ അക്യുറേറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പ്രോപ്പർട്ടീസിൽ അതിൽ ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടീനെ എർത്തിൻ്റെ സെൻട്രൽ നിന്നും അക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രൊജക്ഷൻസ് ആണ് അസിമുത്തൽ. ഇനി കൺഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊജക്ഷൻസ് വെയർ ആംഗിൾസ് ആൻഡ് സ്മോൾ ഏരിയാസ്, അതായത് ആംഗിൾസും സ്മോൾ ഏരിയ ഷേപ്സും ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കൺഫോർമൽ. ഇനി മെർക്കറേറ്റർ പ്രൊജക്ഷൻ എന്താണെന്നുള്ളതും കൂടെ പറയാം. ഏറ്റവും ബെസ്റ്റ് നോൺ മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മെർക്കറേറ്റർ പ്രൊജക്ഷനാണ്. അത് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് ജെറാർഡസ് മെർക്കറേറ്ററാണ്. 1569 ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു തരം സിലിണ്ടറിക്കൽ പ്രൊജക്ഷനാണ്. നാവിഗേഷണൽ പർപ്പസസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പണ്ട് കാലങ്ങളിൽ സെയിലേഴ്സിന് ഡയറക്ഷനും ഷേപ്പും ഒക്കെ പോർട്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നതാണ്. ഇതൊരു കൺഫോർമൽ ടൈപ്പ് ഓഫ് പ്രൊജക്ഷനാണ്. അതായത് നമ്മുടെ സ്മോൾ ഏരിയാസ്, ആംഗിൾസൊക്കെ പ്രിസൈസ്ലായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്വേറ്ററിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള ഏരിയാസിൻ്റെ സൈസൊക്കെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി അടുത്തത് ട്രാൻസ്വേഴ്സ് മെർക്കറേറ്ററാണ്. അതും ഒരു തരം സിലിണ്ടറിക്കൽ പ്രൊജക്ഷനാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പോർട്രേ ഏരിയാസ് വിത്ത് ലാർജർ നോർത്ത് സൗത്ത് ദാൻ ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റെൻറ്റ്. ഈസ്റ്റ് വെസ്റ്റ് എക്സ്റ്റെൻറ്റിനേക്കാളും നോർത്ത് സൗത്ത് ഏരിയ ലാർജർ ഉള്ള ഏരിയാസിനെ പോർട്രേറ്റ് ചെയ്യാനാണ് ട്രാൻസ്വേഴ്സ് മെർക്കറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കറേറ്റർ എന്ന് പറയുന്നത് ഒരു തരം പ്രൊജക്ഷനാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ പ്രൊജക്ഷനെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫസിനെ 6 ഡിഗ്രി സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു തരം പ്രൊജക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.